എടാ +2 കഴിഞ്ഞില്ലേ? ഇനി എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്റെയോ നമ്മുടെ പ്ലാൻ പ്രദാസാ. എടാ എനിക്കെന്ത് മേടിക്കാനാ? 5+ ഉണ്ടായോണ്ട് ഏത് റെഗുലർ കോളേജിലും എനിക്ക് അഡ്മിഷൻ കിട്ടും. ഡിഗ്രി ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു 6 ശമ്പളത്തിൽ ജോലി ചെയ്യാൻ. തേങ്ങാ കൊല. ഇവിടെ ഫുൾ A+ ഉള്ളവന്മാർക്ക് ഇവിടെ റെഗുലർ കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. അപ്പോഴാണ് പിന്നെ ഒരു ഡിഗ്രി മാത്രം വെച്ചുകൊണ്ട് നിനക്ക് 6 ശമ്പള ജോലി. വിജയ എടാ വല്ല അബ്രോഡിലോ പോയി വല്ല കോഴ്സ് എടുത്താലാ? വല്ല UK-യിലോ കാനഡയിലോ? എടാ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗഫൂർക്ക. പുള്ളിക്ക് ഈ അബ്രോഡ് പരിപാടികളൊക്കെ നടത്തുന്ന സ്ഥാപനമുള്ള. നമുക്ക് പുള്ളി ഒന്ന് മുട്ടിയാലോ? മുട്ടണോ? മുട്ടണം. മാഷാല്ലാ, മബ്രൂക്ക് മബ്രൂക്ക്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട മക്കളെ. പണ്ട് ഇതുപോലൊരു ദാസനെ വിജയനെയും ഞാൻ ഇവിടുന്ന് കയറ്റിവിട്ടതാ. അവരൊക്കെ ഇപ്പൊ വലിയ നിലയിലാ. മതി, അത് മതി. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. അതൊക്കെ അങ്ങ് വിടു മക്കളെ. നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ എന്റെ ഉറ്റ ചങ്ങാതിയുടെ മോനായതോട് ചോദിക്കുക, നാട്ടിൽ തന്നെ വല്ല കോഴ്സും പഠിച്ച് രക്ഷപ്പെട്ട് കൂടെ? അതിന് ഡോക്ടറാവാൻ എനിക്ക് പറ്റില്ല. കാരണം ഈ ഹോസ്പിറ്റലും ബഹളവും രോഗികളൊക്കെ ആയിട്ട്. പിന്നെ എഞ്ചിനീയറൊക്കെ പഠിച്ചവർ തന്നെ ജോലിയില്ലാതെ നടക്കുവാണല്ലോ. എന്നാ പിന്നെ നിങ്ങൾക്ക് കൊമേഴ്സ് ഫീൽഡിലൊന്ന് പയറ്റി നോക്ക്. അല്ല, ഞങ്ങൾ സയൻസ് അല്ലേ ഗഫൂർക്ക. അപ്പൊ ഈ അക്കൗണ്ടൻസിക്ക് ഞങ്ങൾക്ക് അതിപ്പോ അക്കൗണ്ട്സ് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, കംസ് ഇൻ. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഔട്ട്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇത്രേ ഉള്ളൂ പഹയന്മാരെ. ഗഫൂർക്ക ഞങ്ങളിപ്പോ എവിടെയാ പഠിക്കുക? ഏത് കോഴ്സാണ് ഞങ്ങൾ പഠിക്കുക? അതിന് പറ്റിയ ഒരു സ്ഥലം അത് ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെന്ന് ഗഫൂർക്ക ദോസ്ത് പറഞ്ഞാൽ മാത്രം മതി, എല്ലാവരും നോക്കിക്കോളും. അവിടെ പോയി പഠിച്ച് രക്ഷപ്പെട്ട് വാ മക്കളെ. എടാ ദാസ, എന്താ വിജയ? നമ്മുടെ അക്കൗണ്ടൻസി സാറിന്റെ ശബ്ദം എന്തൊരു മനോഹരല്ലേ. ആ ബാലൻസ് ഷീറ്റൊക്കെ ടാലിയാകുമ്പോഴുള്ള സുഖം. എടാ വിജയ, എന്താണ് ദാസ? നമുക്കെന്താടാ ഈ ബുദ്ധി നേരത്തെ തോന്നാത്ത? ഏത് ബുദ്ധി? പ്രൊഫിൻസിൽ CMA പഠിക്കാനുള്ള ബുദ്ധി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ.